ഹായ് പ്രൈസ് ഗോഡ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനം ഇപ്രകാരം പറയുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ ഈ ഒരു തിരുവചനം, അതിനു മുമ്പ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പം തോമസിനോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, കർത്താവ് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞ കാര്യങ്ങളാണ് ഈശോ വീണ്ടും തോമസിനോട് അതേ വാക്ക് തന്നെ പറയുന്നത്. നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിരൽ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. ഇത് മറ്റു ശിഷ്യന്മാരോട് തോമസ് പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ കൈ നീട്ടി അവൻ്റെ പാർശ്വത്തിൽ വയ്ക്കാൻ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. ഈശോ പറഞ്ഞ സെയിം വചനം തോമസ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അത് ഈശോ അറിഞ്ഞു. അപ്പോൾ ആ വചനം ആദ്യം തുടങ്ങുന്നത് 8 ദിവസങ്ങൾക്ക് ശേഷം എന്നാണ്. അപ്പോൾ തോമസ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ തോമസിന് ആ ഒരു വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടായിരുന്നു. ഈശോയെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമോ വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയ്ക്ക് പറയാമായിരുന്നു, ഈശോയ്ക്ക് ചെയ്യാമായിരുന്നു, ഓക്കെ തോമസ് വിഷമിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന് തന്നെ പോയേക്കാം, അല്ലെ നാളെ പോയേക്കാം, അല്ലെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയേക്കാം എന്ന് ഈശോയ്ക്ക് വേണം ചെയ്യാമായിരുന്നു, അല്ലേ? പക്ഷേ 8 ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈശോ അവരുടെ മധ്യേ എത്തുന്നത്. അപ്പം ആ 8 ദിവസം കൊണ്ട് ഈശോ തോമസിനെ, ഒരുപക്ഷെ തോമസിൻ്റെ വികാരം എന്താണ്, തോമസ് എങ്ങനെയാണ് എന്നുള്ളത് ഈശോ നോക്കുന്നുണ്ടായിരുന്നായിരിക്കാം, അല്ലേ? ആ 8 ദിവസങ്ങൾ വന്നിട്ടും തോമസ് അവരെ വിട്ടുപോയില്ല, ശിഷ്യന്മാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഈശോയെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. അപ്പം ഈശോ പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് 2-3 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പകർത്താനുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടനെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണം എന്നുള്ളതാകാം. പക്ഷേ ആ ഉത്തരം ഡിലേ ആയാലും നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാനും ഈശോയെ സ്നേഹിക്കാനും, ഈശോയെ നിൻ്റെ സമയം എപ്പോഴാണോ ആ സമയം ആകട്ടെ, നമുക്ക് ഈശോയോട് ആ എളിമപ്പെട്ടുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ആവശ്യമുണ്ട്, എൻ്റെ ഇന്ന ആവശ്യമുണ്ട്, ആ ആവശ്യങ്ങളെ എനിക്ക് നിവർത്തി തരണം. അത് എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ സമയം പോലെ അതാകട്ടെ. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയിൽ നമുക്ക് അന്നേരം ഉടനെ ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ആ ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു ആഹ്വാനമുണ്ട്. അപ്പോൾ നമുക്കത് ഏറ്റെടുക്കാം, നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാം. രണ്ടാമത്തേത്, തോമസ് പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ തോമസിൻ്റെ ആ ഒരു പറച്ചിലൂടെ ഒരു സ്നേഹമുണ്ട്, ഒരു പശ്ചാത്താപമുണ്ട്, ഒരു മാനസാന്തരമുണ്ട്, അല്ലേ? ഈ സ്നേഹം തോമസ് അങ്ങ് പറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുകൊണ്ട് തോമസ് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് തോമസിന് ആ സ്നേഹം കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കർത്താവ് എന്നോട് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോമസ് വിചാരിക്കുന്നത്, ഞാൻ എങ്ങനെയാണത് ഒന്ന് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ ആ സ്നേഹമുണ്ട്, ആ പശ്ചാത്താപമുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, എൻ്റെ കർത്താവിനെ ഞാനൊരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ, വിശ്വസിക്കാൻ പറ്റാതായി പോയല്ലോ. പിന്നെ അവിടെ ഒരു മാനസാന്തരമുണ്ട്. അപ്പോൾ ആ മാനസാന്തരത്തിലൂടെ പിന്നെ തോമസിനെ നമുക്ക് പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ആ തോമസിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിലും വിശ്വാസത്തോടു കൂടി നമുക്കും പ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഈശോ ഉത്തരം തരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നലത്തേക്കായാലും ഒരു പടി കൂടി ഈശോയെ സ്നേഹിക്കാൻ,
ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ഒരു പടി കൂടി ഇന്ന് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് വിളിച്ച് പറഞ്ഞുകൊണ്ട്, ഈശോയെ നീ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ചാരത്തുണ്ട്, എന്നെ കാണുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നമുക്കും ഇന്ന് പറയാം. തോമസ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ സ്നേഹം നമ്മളിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.